सबको मेरा नमस्कार। मैं आप सब लोगों को नेशनल अकादमी के लिए स्वागत करता हूँ. ഞാൻ ഫുൾ ഹിന്ദി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക അറിയില്ല, ചെറിയ കുട്ടികളല്ലേ. NIOSന് ഹിന്ദി എടുക്കുന്ന ടീച്ചറാണ്. ഹിന്ദിയിലെ ആ 301 ഒന്നാമത്തെ അധ്യായം വരുന്ന കബീർദാസ് ഔർ ജായ്സി എന്ന് പറഞ്ഞ രണ്ട് കവികളാണ്. അവർ രണ്ടുപേരും അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ. അപ്പോൾ കബീർദാസ് എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ 4 കാലങ്ങളുണ്ടായില്ല. ആദ്യ കാലമായിട്ടുള്ള ആദ്യകാലം എന്ന് പറയുന്ന ആ കാലം കഴിഞ്ഞ് പിന്നെ ഭക്തികാലം വരുന്നു. ആ ഭക്തികാലത്തിൽ 2 ശാഖകളിൽ ഒന്നായ നിർഗുണ ശാഖയിലെ കവിയാണ്. ആ നിർഗുണ ശാഖയിലെ കവികൾ തന്നെ നിർഗുണ ശാഖയെ തന്നെ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു, ജ്ഞാനാശ്രയ ശാഖ ഓർ പ്രേമാശ്രയ ശാഖ. അപ്പോൾ അതിൽ 2 വിധത്തിലാണ് കവികൾ രചനകൾ നടത്തിയിരുന്നത്. കബീർദാസ് സ്നേഹത്തിലൂടെ ദൈവത്തിലെത്തുക എന്നുള്ള മാർഗമാണ്. എന്നാൽ ജായ്സി ആണെങ്കിലോ, അതായത് പ്രേമാശ്രയ ശാഖയത്തെ കവികൾ എന്താ ചെയ്തത്, സ്നേഹത്തിലൂടെ, അതായത് അതിന് ഉദാഹരണം നമുക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അറിയണ കൃഷ്ണൻ രാധ അല്ലേ. അവർ രാധയും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രിയതമന്മാരല്ല, അവർ പരമാത്മാവും ജീവാത്മാവുമാണ്. അവരൊന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ രാസക്കേലി എന്നൊക്കെ പറയുന്നത് ഭാഗവതത്തിൽ നിന്ന്. അതുപോലെ സ്നേഹത്തിലൂടെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ള മാർഗമാണ് ജായ്സിയെ പോലുള്ള ആ ധാരയിലുള്ള ആളുകൾ, കബീറിനെ പോലുള്ളവർ അറിവിലൂടെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ കബീർദാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈശ്വരനേക്കാൾ പ്രാധാന്യം നൽകിയിരുന്ന ഗുരുവിനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഗുരുമഹത്വം, ഗുരുവിനോടുള്ള ആ മഹാത്മ്യം ഒരുപാട് പറയുന്നുണ്ട്. അത് നമ്മളുടെ പണ്ടത്തെ വേദഗ്രന്ഥത്തിലൊക്കെ പറയുന്നതാണ്, മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. ഗുരു ഗോവിന്ദ് ദോവ് ഗഡെ കാക്കെ പാകും ലാഗ് ബലിഹാരി ഗുരു താക്കെ പാലേഹി മുജ ഈശ്വർ കദിക്കായ ഗുരു ബലിഹാരി ഞാൻ ആദ്യം അർപ്പണം ചെയ്യുക, എന്നെ നമസ്കരിക്കുക ആരെയായിരിക്കും, ദൈവത്തിനെ ആയിരിക്കും. ജിസ്നെ മുജ ഈശ്വർ കദിക്കായ അദ്ദേഹമാണ് എനിക്ക് ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് കിട്ടും. അപ്പോൾ കബീർദാസിൻ്റേത് ഗുരുമഹത്വവും ജ്ഞാനത്തിലൂടെ ദൈവത്തിൽ പ്രാപിക്കുക, ദൈവത്തിലാണ്ട് അർപ്പണം ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാം നീ എന്നുള്ള മർത്തൽ, സർവം സമർപ്പയാമി എന്നുള്ള ഭാവത്തിലാണ് കബീർദാസ് ദൈവത്തിൽ ഭക്തി അർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കവിതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ പറഞ്ഞത്, ഈശ്വരന് കണ്ണുകൾ, ഈശ്വരൻ എന്നിലേക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു, പക്ഷെ എനിക്ക് ആ ഉപകാരമൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു ദൈവം, പക്ഷെ ആ തുറപ്പിച്ച് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തതൊന്നും ഓർക്കാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള വഴികളുടെ പദം എന്നല്ല പറയുക, സാഖി എന്നാണ് കബീർദാസിൻ്റെ ദോഹയ്ക്ക് പറയുന്നത്. സാഖി എന്ന് പറഞ്ഞാൽ എന്താണ്, സംസ്കൃത പദം സാഖി എന്ന് പറഞ്ഞാൽ സാത്ത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സാത്ത് എന്നുള്ള നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, സാഖി എന്നുള്ള പദം വന്നിട്ടുള്ളത്. അർത്ഥമാണ് എന്ത് പറയുന്നത്, പദത്തിനോട് കൂടി കൂടുതൽ അടുത്തടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഈശ്വർമൻ സമർപ്പൺ പദ രണ്ടാമത്തെ. അതായത് സാഖി എന്ന് പറയുന്നത് നമുക്ക് കൂടെ അർത്ഥം, അതായത് സാഖി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഗവാഹ്, തെളിവ് എന്നാണ്. ഗവാഹ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും കണ്ണിൽ കണ്ട് അനുഭവിച്ച് പറയുക, അതാണ് ഗവാഹ് എന്ന് പറയുന്നത്. തെളിവ് സാക്ഷിയാരാന്നൊക്കെ ചോദിക്കില്ല, ആ സാക്ഷി എന്നതിന് സാക്ഷി വന്ന് സാക്ഷീൻ്റെ അർത്ഥമാണ് അത് പറഞ്ഞത്. പിന്നെ ദൈവത്തിലെ അർപ്പണ മനോഭാവം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ദൈവത്തിനെ അന്വേഷിച്ചു പോകും. ലാലിക്കോ ദേക്കിനെ മേഘയ എന്നൊക്കെ പറയുന്ന കവിത ഇതുണ്ട്, സാക്ഷികളുണ്ട്. അതിൽ ലാലി ലാല്, ആ ലാലിന്നും ലാലെന്നും പറയുന്നത് എന്താണ്, ദൈവവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സാക്ഷികൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പൂർണ്ണ രൂപങ്ങൾ അറിയാനും നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളോടൊപ്പം വരിക. ഞങ്ങളതിനെല്ലാം തയ്യാറാണ്. അപ്പോൾ ഗുരുഭക്തിയെ പറ്റിയും ദൈവഭക്തിയെ പറ്റിയും പിന്നെന്താണ് പറയുന്നത്, ആ തെളിവോട് കൂടിയുള്ള ഉദാഹരണങ്ങൾ പറയുക. ഇതൊക്കെയാണ്
കബീർദാസിൻ്റെ കവിതകളിലൂടെ, കവിത എന്ന് പറയാൻ പാടില്ല, സാക്ഷികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന അതേ അധ്യായത്തിൽ തന്നെ വേറൊരു കവി കൂടി ഉണ്ട്, ജായസി. ജായസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? സ്നേഹത്തിലൂടെ ദൈവത്തിലെത്തുക. അതിന് ടീച്ചർ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ ജായസിയുടെ പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ്, മഹാകാവ്യമാണ് എന്താണ്? പത്മാവത്. പത്മാവത് എന്ന ചിത്തൗടിലെ രാജാവും സിംഹാൽ ദ്വീപിലെ രാജകുമാരി പത്മാവതിയും തമ്മിലുള്ള സ്നേഹം. അവൾ അതീവ സുന്ദരിയാണ്. അവളെ സ്നേഹിച്ചു, ആളെ കാണാതെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞ് അവളെ കാണാൻ വേണ്ടിയിട്ട് രത്നസേനൻ വരുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് മണ്ഡപാഗമനം എന്ന് പറഞ്ഞിട്ടുള്ള ആ കാവ്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ മണ്ഡപാഗമനത്തിൽ ആദ്യം പത്മാവതി ചെല്ലുന്നത്, അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന അപ്പോഴാണ് ആര് വരുന്ന? രത്നസേൻ വരുന്നത്. രത്നസേൻ വന്നിട്ട് ഒരു മഹർഷിയുടെ രൂപത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം അറിയാൻ, അതെല്ലാം നിങ്ങൾക്ക് വിശദമാക്കി തരാനും ഞങ്ങൾ നിങ്ങളോടെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇനി അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോചന അനന്ത ഉഘാരിയ എന്ന് പറയുന്ന ആ സാഖിയുടെ അതിൽ ചോദിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? ലോചന അനന്ത ഉഘാടിയ അനന്ത ദിഗാവണഹാര എന്നുള്ള അതിൻ്റെ ആ ഒരു പോയിന്റ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇസ്കാ ആശയിക്കാൻ എന്ന് ചോദിക്കുക. പിന്നെ ലാലിക്കോ ദേക്കിന മേഘയ എന്നുള്ള അതിനും ചോദിക്കുക, ലാൽ और ലാലി का ആശയ क्या है. പിന്നെ പത്മാവതിൽ നമുക്ക് എന്ത് ചോദിക്കാം? പത്മാവത് എന്നുള്ള കാവ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് ആശയം ലഭിക്കുന്നത്? എന്ത് പ്രേരണയാണ് നമുക്ക് ലഭിക്കുന്നത്? സ്നേഹത്തിലൂടെ സർവം നേടാൻ പറ്റൂ എന്നുള്ള ഒരാശയമാണ് തരുന്നത്. ഇതുപോലെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഈ രണ്ട് കവികളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ആ രണ്ട് കവികളുടെയും रत्न चुरुकाइटाने टीचर पढ़ना नदे. इसके बाद हमें और भी कई चैप्टर पढ़ना है. अगर आप चाहे तो हमारे साथ आइए. नेशनल अकादमी तुम्हारे लिए सभी सहायता करने के लिए तैयार है. ललित और सरल भाषा और क्या क्या करते हैं भाषा में या आशय में तुम्हें बता देने के लिए हम नेशनल अकादमी हमेशा तुम्हारे साथ होंगे. आइए, हमें पढ़ना चाहिए. पहले ये है, इतना कहकर मैं समाप्त करता हूँ. धन्यवाद.